നമസ്കാരം, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം സർ. നമസ്തേ നമസ്തേ സർ. നമസ്കാരം. കേൾക്കാവൂല സാറേ? കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്തേ സർ. നമസ്തേ. നമുക്ക് ആരംഭിക്കാം. ഇനി പഞ്ചമസ്കന്ധം 10-ാം അധ്യായത്തെ. അതെ സർ. പഞ്ചമസ്കന്ധം അധ്യായം 10. അഥാ സിന്ധുസൗവീരപദേ ഭൂഗണസ്യ പ്രജതാം ഇക്ഷുമത്യാ പദേ തത്പുരവദിനാശിപികാവാഹ പുരുഷാന്വേഷണസമയേ ദേവേനോപസാദിത സദ്വിജവര ഉപലബ്ധ ഏഷ പീവായുവ ഖനനാംഗോ ഗോഖരവസ്ഥിരം ഗോസ്മലമിതി പൂർവവിഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീതഃ പ്രതപമതദർഹ ഉവാഹശിപികാംസ അനുഭാവ. അനന്തരം സിന്ധു സൗവീരപദേ. സാറേ ഒരു സംശയം ചോദിക്കട്ടെ സാറേ? ഈ ഭരതൻ തന്നെയാണോ നാട്യശാസ്ത്രം എഴുതിയ ആള്? ഈ ഭരതമുനി തന്നെയാണോ? അല്ലല്ല, അത് വേറെയാണോ നാട്യശാസ്ത്രം? ഇത് രാജാവാണ്. നാട്യശാസ്ത്രം ആ ഭരതമുനി വേറെയാണല്ലേ? അതെ. അഥാ സിന്ധു സൗവീരപദേ. സിന്ധു രാജ്യത്തിന്റെയും സൗവീര രാജ്യത്തിന്റെയും രണ്ട് ദേശങ്ങളുടെ പേരാണ്. സിന്ധുദേശം, സൗവീരം ഉള്ള രണ്ട് ദേശങ്ങളുടെ പേരാണ്. രണ്ട് ദേശങ്ങളുടെയും അധിപതിയായ രഘുഗണന്റെ സിന്ധുദേശവും സൗവീരദേശവും പരിപാലിച്ചു പോന്ന രഘുഗണൻ എന്ന ഒരു രാജാവിന്റെ പുറജത യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇക്ഷുമത്യാഹ നദി, ഇക്ഷുമതി നദിയുടെ തീരത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. കപിലാശ്രമത്തിലേക്കാണ്. കപില മഹർഷിയിൽ നിന്നും ആത്മതത്വം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം യാത്രയാണ്. അങ്ങനെ ഇക്ഷുമത്യാഹ തടേ, ഇക്ഷുമതി എന്ന നദിയുടെ തീരത്ത് തത്കുലപതിന, ആ കുലപതിയായ രാജാവിനാൽ ശിബികാവാഹ പുരുഷ അന്വേഷണ സമയം, പല്ലക്ക് ചുമക്കാനുള്ള പുരുഷന്മാർ ആരെ അന്വേഷിക്കുന്ന സമയത്ത്, ശിബികാന്ത പല്ലക്ക്, ശിബികാവാഹൻ പല്ലക്ക് ചുമക്കുന്ന പുരുഷന്മാരെ അന്വേഷിക്കുന്ന സമയത്ത് ദൈവേന ഉപസാദിത, വിധി കൊണ്ട് വന്നു ചേർന്നു. ദൈവേന ഉപസാദിത ദ്വിജവര, ആ നമ്മുടെ കഥാപാത്രമായ ദ്വിജവരൻ ഭരതൻ ഉപലബ്ധ കിട്ടി. പല്ലക്ക് ചുമക്കാൻ ഒരാളുടെ കുറവുണ്ട്. അപ്പം ഇതിന്റെ അധിപതിയായ, യാത്രയുടെ ചുമതലക്കാരനായ രാജാവിന്റെ ഭടന്മാർ 4 ദിക്കിലും അന്വേഷിച്ചിട്ട് പോയപ്പോ പെട്ടെന്ന് ഈ ഭരതന്റെ മുൻപിൽ ദ്വിജപര ഉപലബ്ധ ഏഷ, ഇവൻ ഈവാ തടിച്ചു കൊടുത്തവൻ.
യുവാവാണ്. സംഹനന അംഗോ, ഭാരം വഹിക്കാൻ പറ്റുന്ന ശരീരമാണ്. സംഹനനത്തിന് പറ്റിയ അംഗമാണ്. ഏതും സഹിക്കാനും ക്ഷമിക്കാനും കരുത്തുള്ള ഒരു ശരീരത്തിന്റെ ഉടമസ്ഥനാണ് എന്ന് ശരീരം കണ്ടപ്പോ തന്നെ തോന്നി. ബലമുള്ള അവയവങ്ങളാണ്. കൈക്കും കാലിനും ഒക്കെ നല്ല കരുത്തുണ്ട്. അത് കണ്ടപ്പോൾ തോന്നി. നല്ല തടിച്ചു കൊടുത്ത ആളാണ്. എന്തുകൊണ്ടും പല്ലക്ക് ചുമക്കാൻ യോഗ്യനാണ്. യുവ സംഹരണാംഗോ ഗോഖരവത് ദുരമ്പോടും അലമി. കാളയെപ്പോലെ, കഴുതയെപ്പോലെ. ഗോഖരവത്, കാളയെപ്പോലെയും കഴുതയെപ്പോലെയും ദുരം ഓടും, ഭാരം വഹിക്കാൻ അലം ഇതി മതിയാകും എന്ന്. ദുരം ഓടും അലം ഇതി, ഭാരം വഹിക്കാൻ മതിയാകും എന്ന്. പൂർവവിഷ്ടിഗൃഹീതൈഹി, ആദ്യം പിടിക്കപ്പെട്ടവനോട് കൂടി. പൂർവ വിഷ്ടിഗൃഹീതൈഹി, ആദ്യം പിടിച്ചവരാൽ. മുമ്പ് ബലാത്കാരേണ പിടിക്കപ്പെട്ടവരോടുകൂടി 2-3 പേരെ ഒപ്പിച്ചോണ്ട് വന്നു. അവരെ ബലാത്കാരനെ പിടിച്ചുകൊണ്ടതാണ്. അവരോടൊപ്പം അതാണ് പൂർവം, ആദ്യം. വിഷ്ടിഗൃഹീതേ, ബലാത്കാരേണ പിടിച്ചവരോടൊപ്പം. സഹഗൃഹീത, ഇവനെ പറ്റി. പ്രസഭം അതദർഹം, വളരെ വേഗം. അതിന് യോഗ്യനല്ലെങ്കിൽ അതദർഹൻ, തദർഹൻ അതിന് യോഗ്യൻ, അതദർഹൻ അതിന് യോഗ്യത ഇല്ലാത്തവനാണെങ്കിലും വിവാഹശിബിക്കാം, പല്ലക്ക് വഹിച്ചു. മഹാനുഭാവ, ആ മഹാനുഭാവനായ ഭരതൻ ആ പല്ലക്ക് ചുമന്നു. അദ്ദേഹത്തിന് ഇന്ന വേണമെന്നും ഇന്നടത്ത് പോകണമെന്നും ഇന്ന ജോലി ചെയ്യണമെന്നും, ഞാനൊരു രാജാവാണെന്നും രാജകുമാരനാണെന്നും മറ്റു രാജാവിന്റെ പല്ലക്ക് ചുമക്കാൻ അതിനെയൊക്കെ അതിക്രമിച്ച ആളാണ്. ഇനിയും ഒരു ജന്മം തനിക്ക് ഉണ്ടാവില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇങ്ങനെയുള്ള അഹംഭാവങ്ങളും പോരായ്മകളും എന്താണ് ഒന്നും മനസ്സുണ്ടാവരുത് എന്ന് കരുതി സൂക്ഷ്മതയുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് പല്ലക്ക് ചുമക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലാത്തവനാണെങ്കിൽ പോലും ആകൃതി കൊണ്ടും ശരീരം കൊണ്ടും അതിന് പറ്റിയവനാണെന്ന് ഈ ഭരണമൊക്കെ തോന്നിയതുകൊണ്ട് അദ്ദേഹത്തെ ഒരു കൂട്ടം ചേർത്ത് വെച്ചു. പല്ലക്ക് ഏൽപ്പിച്ചു. അദ്ദേഹം നമുക്ക് അഥ സിന്ധു സൗവീരപതേരഹൂഗണസ്യ വ്രജതാം ഇക്ഷുമത്യാസ്തദേ തത്പുരപതിനാശി ശിബികാവാഹ പുരുഷാദ്വേഷണസമയം ദൈവേനോപസാദിത സദ്വിജവര ഉപലബ്ധ ഏഷ പീവായുവാ സംഹനനാംഗോ ഗോഖരവത്ഥുരംബോധമനമിതി പൂർവവിഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീതപ്രസഭം അതദർഹ ഉവാഹ ശിബികാം സ അനുഭാവാം തഥാ സിന്ധുവൗ വീരപതേരഹൂഗണസ്യ വ്രജത ഇക്ഷുമത്യാസ്തദേ തത്പുരപതിനാ ശിബികാവാഹ പുരുഷാന്വേഷണസമയം ദേവേനോപസാരിത സദ്വിജപര ഉപലബ്ധ ഏഷ പീവായുവ സംഹനനാംഗോ ഗോഖരവത്ഥുരംബോധമനമിതി പൂർവവിഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീത പ്രസവം അതദർഹ ഉവാഹ ശിബികാം സ അനുഭാവാം സിന്ധുഷോ വീരപതേരഹൂഗണസ്യ വ്രജത ഇക്ഷുമത്യാസ്തദേ തത്പുരപതിനാ ശിബികാവാഹ പുരുഷാന്വേഷണസമയേ ദൈവേനോപസാദിത സദ്വിജവര ഉപലബ്ധ ഏഷ പീവായുവ സംഹനനാംഗോ ഗോഖരവത്ഥുരംബോധമനമിതി പൂർവവിഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീത പ്രസഭം അതദർഹ ഉവാഹ ശിബികാം സ അനുഭാവാം യഥാ ഹി ദ്വിജവരസ്യേഷു മാത്രാവലോകാനുഗതേ അസമാഹിത പുരുഷഗതിസ്തദാ വിഷമഗതാ ശിബികാം രൂപണോപകാര്യ
പുരുഷ അനധിവഹത ആഹ ഹേവോഠാര അതിക്രമത കിമിതി വിഷമോ യഥേയാനമിതി. യഥാ ഈ എപ്പോഴാകട്ടെ ദ്വിജപരസ്യ ആ ദ്വിജപരന്റെ ആ ബ്രാഹ്മണോത്തമന്റെ ഇഷുമാത്ര അവലോകന അനുഗതേ. ഇഷു എന്ന് വെച്ചാൽ വില്ല. ഇഷുമാത്ര അവലോകനം, ഒരു വിൽപ്പാട് അകല മാത്രം നോക്കിക്കൊടുക്കുക. ഇഷുമാത്ര അവലോകനം, വിൽപ്പാടിന്റെ ദൂരം മാത്രം. ഇഷുമാത്ര അവലോക അനുഗതേ, ആ അവലോകനത്തോടു കൂടി അനുഗതം ചെയ്യുന്ന, പിന്തുടരുന്ന, യാത്ര ചെയ്യുന്ന സാവധാനമാണ് നടന്നത്. മുമ്പോട്ടുള്ള വഴി ഒരു വിൽപ്പാടിന്റെ അകലം, ഒരു വില്ലിന്റെ പാട് നമുക്കറിയാം, അത്രയും ദൂരം സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം ഓരോ കാലം എടുത്ത് വെക്കും. കാരണം ഇതിന്റെ അകത്ത് വല്ല ജീവികളും അകപ്പെട്ടുണ്ടെങ്കിൽ കാലിനടിയിൽപ്പെട്ട് അവ നശിക്കാതിരിക്കണം. ഉറുമ്പ്, ഈച്ച, പുഴു, പഴുതാര, ഇങ്ങനെയുള്ള കൊതുക്, ക്ഷുദ്രജീവികളൊക്കെ വഴി കൂടി ഓടിപ്പോകുമ്പോൾ കാല് വെച്ച് അവയ്ക്ക് നാശം ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരു വിൽപ്പാട് ദൂരം നോക്കും. അവിടെ ഈച്ചകളും പാറ്റയും ഉറുമ്പൊന്നും ഇല്ല എന്ന് കണ്ടാൽ അടുത്ത കാലം പിന്തുടരും. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ സഞ്ചാരം. കൂടെയുള്ളവർക്ക് ഇത് പറ്റത്തില്ല. ഒരാൾ വേഗം പോവുക, അത് 3 പേര് വേഗം പോവുക, ഒരാൾ പതുക്കെ പോവുക. ഇത് പല്ലക്ക് ചുമക്കാൻ മുകളിലിരുന്നവർക്ക് വളരെ വിഷമം അനുഭവം. അതുകൊണ്ട് ദ്വിജപരസ്യ ഇഷുമാത്ര അവലോക അനുഗതേ, ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ഭരതന്റെ ഒരു വിൽപ്പാടകല മാത്രം നോക്കി യാത്ര ചെയ്യുന്നതിന്റെ സമാഹിത പുരുഷഗതി, പുരുഷഗതികൾ സമാഹിതമായില്ല. പുരുഷന്മാരുടെ സഞ്ചാരം യോജിച്ചില്ല, ഒന്നിച്ചേർന്നില്ല. സമാഹിത പുരുഷഗതി തഥാ വിഷമഗത, അപ്പോൾ സ്വശിബിക്കാം വിഷമഗത, സ്വന്തം പല്ലക്ക് വിഷമഗതിയായി. ഒരു വശം ഇത്തിരി താഴും, മറ്റേ വശം ഒന്നും. ഒരു വശം വേഗമാകും, മറ്റേ വശം വേഗമാകില്ല. ഇങ്ങനെ ഇരിപ്പിനൊരു സുഖം, വിഷമഗതി. രഘുഗണ ഉപധാര്യ, ധരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പുരുഷാൻ അധിവഹത, പുരുഷന്മാർ എടുത്തു നടക്കുന്ന ആളുകളോട്, അധിവഹത പുരുഷാൻ വഹിക്കുന്ന പുരുഷന്മാർ, ശിബികാവാഹകന്മാരോട് ആഹ പറഞ്ഞു, ഹേ ബോധാര, അല്ലയോ ചുമട്ടുകാരെ, ബോധാരഹ ചുമക്കത, സാധു അതിക്രമത, നിങ്ങള് ശരിയായ സഞ്ചരിക്കുവിൻ, സാധുവായ വഴിയിൽ കൂടി നിങ്ങൾ സഞ്ചരിച്ചു പോവുക. സാധു അതിക്രമം കിമിതമിതി വിഷമം ഉഹ്യതയാണ്. എന്താണ് ഈ യാത്ര വിഷമമായിട്ട് വഹിക്കുന്നത്? നിങ്ങൾ ഈ പല്ലക്ക് ചുമക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ വിഷമമായിരിക്കാം. നിങ്ങൾ 4 പേരും സമമായിട്ടല്ല സഞ്ചാരം. എന്താണ് ഇങ്ങനെ? നിങ്ങൾ 4 പേരോട് യോജിച്ച് ഒരുപോലെ ഒരേപോലെ ചുവട് മുമ്പോട്ട് വെച്ചെങ്കിൽ മാത്രമേ യാത്ര സുഖമാവുള്ളൂ. ഒരാള് ചുവട് വെക്കുമ്പോൾ മറ്റൊരാൾ ചുവട് വെക്കാതിരിക്കുക, ഇത് പറ്റില്ലല്ലോ. ഈ യാത്ര വിഷമമായി തീരുകയാണ്. നിങ്ങൾ സാധുവായ മാർഗത്തെ അതിക്രമിക്കുന്നത് എന്താണ് ഇങ്ങനെ? എന്താ കാരണം? യഥാഹിദ്വിജരസ്യേഷു മാത്രാവലോകാനുഗതേ സമാഹിത പുരുഷഗതി തഥാ വിഷമഗതാം സ്വശിവികാം രഘൂഗണ ഉപധാര്യ പുരുഷാൻ അധിവഹത ആഹ ഹേ ബോധാര അതിക്രമത ഇമിതി വിഷമമുഖ്യതേയാനമിതി. യഥാഹി ദ്വിജരസ്യേഷു മാത്രാവലോകാനുഗതേ
നമാഹിതാ പുരുഷഗതിസ്തഥാ വിഷ്മഗതാം സ്വശിബികാം രഘൂഗണ ഉപധാര്യ പുരുഷാനധിവഹത ആഹ ഏവോധാര ആത്മവിക്രമത കിമിതി വിഷമോ യഥേയാനവിധി യഥാ ഹി യുജപരസ്യേഷു മാത്രാവലോകാനുഗതേർ നമാഹിതാ പുരുഷഗതിസ്തഥാ വിഷമഗതാം സ്വശിബികാം രഘൂഗണ ഉപധാര്യ പുരുഷാൻ അധിവഹത ആഹ ഹേവോധാര അത്വവിക്രമത കിമിതി വിഷമോ യഥേയാനവിധി അഥ ഈശ്വരവചഃ സോപാരംഭമുപാകർണ്യ അപായതുരീയ ഛങ്കിതമനസസ്തം ജ്ഞാപയാൻ ലഘു. അഥ അനന്തരം ത എന്നില്ല തേ എന്ന പദം വരും. അവർ ഈശ്വരവചഃ അവരെ തങ്ങളുടെ ഈശ്വരൻ രക്ഷിത രാജാവ്. ഈശ്വരന്റെ വാക്ക് എന്ന് വെച്ചാൽ രാജാവിന്റെ വാക്ക് എന്നുള്ളൂ, മറ്റേ ഈശ്വരനല്ല. ഇവിടെ രാജാവും ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് അഥ തേ ഈശ്വരവചഃ സോപാരംഭം ഉപകർണ്യ സോപാരംഭം ഉപകർണ്യ ശകാരത്തോടു കൂടിയ വാക്കുകൾ ഉപാരംഭം ചെയ്യുക, ശകാരിക്കുക. സോപാരംഭം ഉപാകർണ്യ വഴക്കു പറയുന്നതായിട്ടുള്ള തങ്ങളുടെ സ്വാമിയുടെ വാക്യത്തെ കേട്ടിട്ട് തുരിയാത് ശങ്കിത മനസ്സസ്ഥം. ഉപായതുരിയാത്, ഉപായം എന്ന് വെച്ചാൽ 4 ഉപായങ്ങളാണ്. കാമം, ദാനം, ഭേദം, ദണ്ഡം, 4. ഇതിലെ തുരീയം എന്ന വാക്കിന്റെ അർത്ഥം 4ാമത്തേത്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന തുരീയത്തിന് 4ാമത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് തുരീയത്തിന് 4 എന്നൊരു പേര്, സംഖ്യ. അപ്പൊ ഇവിടെ അപായ തുരീയം എന്ന് വെച്ചാൽ ദണ്ഡം എന്നർത്ഥം. വളച്ചൊടിച്ച അർത്ഥമുണ്ട്. അപായ തുരീയം എന്ന് വെച്ചാൽ കാമം, ഭേദം, ദാനം, ദണ്ഡം. 4ാമത്തെ ഉപായം. 4ാമത്തെ ഉപായം എന്താണ്? ദണ്ഡം. അതുകൊണ്ട് അഥ തേ ഈശ്വരവചഃ സോപാരംഭം ഉപാകർണ്യ ഉപായതുരിയ, 4ാമത്തെ ഉപായത്തിൽ നിന്നും തുരിയാത് ശങ്കിതമർഹ, തല്ലുകിട്ടും എന്ന് ശങ്കിക്കുന്ന മനസ്സുള്ളവരായി ഈ പുരുഷന്മാർ. തം വിജ്ഞാപയാൻ പറ്റൂ, കൂടിയതായിട്ട് അവനെ അറിയിച്ചുകൊണ്ട് എന്ത് വിജ്ഞാപയാൻ ബഹു അറിയിച്ചു. കൂടുതൽ ശിക്ഷ അനുഭവിക്കൊണ്ടിരുന്ന സംഘമുണ്ട്. അവനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു. അഥ ഈശ്വരവച സോപാരംഭമുപാകർണ്യോ ഉപായതുരീയാച്ഛങ്കിത മനസ്സസ്ഥം വിജ്ഞാപയാൻ ബഹു. അഥ ഈശ്വരവച സോപാരംഭമുപാകർണ്യ ഉപായതുരീയാച്ഛങ്കിത മനസ്സസ്ഥം വിജ്ഞാപയാൻ ബഹു. നവയം നരദേവ പ്രമത്ത അവൻ നിയമാനുപഥാഹ ഫാത്വേവഹാമ അയമഗ്നൈവ നിയുക്തോപി നദ്രുതം പ്രജതി നാനേന സഹവോധും ഊഹ വയം പാരയാമ ഇതി. ഹേ നരദേവ, അല്ലയോ രാജാവേ, വയം ന പ്രമത്താഹ, ഞങ്ങൾ മതിച്ചു പോവുകയല്ല. അഹങ്കാരികളായിട്ട് ഞങ്ങൾ മതിച്ചു പോവുകയല്ല. ഭവം നിയമ അനുപഥാഹ, അങ്ങയുടെ നിയമത്തിനനുസരിച്ച്, അങ്ങയുടെ വിഷയത്തിനനുസരിച്ച് അനുപഥന്മാരാണ്, വഴി പിന്തുടരുന്നവരാണ് ഞങ്ങളൊക്കെ. അങ്ങയുടെ ഇച്ഛയും ഇംഗിതവും വാക്കും അനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. സാധു ഏവ വഹാമ,
നന്നായി ഞങ്ങൾ ഈ പല്ലക്ക് ചുമക്കുന്നുണ്ടല്ലോ. അയം അധുനൈവ നിയുക്തോ, ഈ നിൽക്കുന്ന ഒരുവൻ, ഈ ബ്രാഹ്മണൻ അധുനൈവ നിയുക്ത, ഇപ്പൊ പിടിച്ചുകൊണ്ടുവന്നാണ്. എവിടുന്നു? ഞങ്ങളുടെ സംഘത്തിലുള്ളതല്ല. അയം അധുന ഏവ നിയുക്തോ, ഇവൻ ഇപ്പൊ തന്നെ നിയുക്തനാണ് എന്നുള്ളത് കൊണ്ടും ദ്രുതം വ്രജതി, വേഗം സഞ്ചരിക്കും. ഞങ്ങൾ 3 പേരും ഒരേ സ്പീഡിൽ സഞ്ചരിച്ചു, ഇവൻ മാത്രം ആ സ്പീഡിൽ വരില്ല. ദ്രുതം വ്രജതി അനേന സഹബോധം ഊഹ വയം പാരയ, ഇവനോടൊപ്പം ഈ പല്ലക്ക് ചുമക്കാൻ ഞങ്ങൾക്കാവില്ല. അനേന സഹ, ഇവനോടൊപ്പം ബോധം വഹിക്കുന്നതിന് ഊഹ, തീർച്ചയായിട്ടും, വയം ന പാരയാമ, ഞങ്ങൾ ശക്തരല്ല. പാരയാമ, ശക്തരാവുക. വയം ന പാരയാമ, ഞങ്ങൾ ശക്തരാവുന്നില്ല, ഞങ്ങൾക്ക് കഴിയില്ല. രാജാവിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ബോധ്യമായപ്പോൾ രാജാവിനെ കുറിച്ച് നന്നായി അറിയാവുന്നവരായ പല്ലക്ക് ചുമക്കുന്ന 3 കൂടി ഒന്നിച്ചേർന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ വഴി, അങ്ങയുടെ ഇച്ഛാനുസരണം പിന്തുടരുന്നവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ വേണ്ട പോലെ തന്നെയാണ് ഈ പല്ലക്ക് ചുമക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇപ്പൊ പിടിച്ചുകൊണ്ടുവന്ന ഒരു ബ്രാഹ്മണൻ, അവനാണ് ഈ വഴി തെറ്റിക്കുന്നത്. അവനുള്ള പതുക്കെ നടക്കും. ഇതിനോടൊപ്പം ഈ പല്ലക്ക് ചുമക്കാൻ ഞങ്ങൾക്കാവില്ല. ന വയം നരദേവ പ്രവത്താ ഭവൻ നിയമാനുപഥാ വഹാമ അയമധുനൈവ നിയുക്തോപി ന ദ്രുതം വ്രജതി ന അനേന ബഹവോർമൂഹ വയം പാരയാമൈതി ന വയം നരദേവ പ്രമത്താ ഭവൻ നിയമാനുപഥാ വഹാമ അയമധുനൈവ നിയുക്തോപി ന ദ്രുതം വ്രജതി ന അനേന ബഹവോർമൂഹ വയം പാരയാമൈതി ന വയം നരദേവ പ്രമത്താ ഭവൻ നിയമാനുപഥാ വഹാമ അയമധുനൈവ നിയുക്തോപി ന ദ്രുതം വ്രജതി ന അനേന ബഹവോർമൂഹ വയം പാരയാമൈതി. സാംസർഗികോ ദോഷേവ നൂനം ഏകസ്യാപി സർവേഷാം സാംസർഗികാണാം ഭവിതുമർഹതീതി നിശ്ചിത്യ നിശമ്യ കൃപണവചോ രാജാരകൂഹണാം ഉപാസിതവൃത്തോപി നിസർഗേണ ബലാത്കൃത ഈഷത് ഹിതമന്യു അവിസ്പഷ്ടമതേജാതവേദസമിവ രജസാവൃതമിരാഹ. സാംസർഗികോ ദോഷം, സംസർഗത്തിൽ നിന്നുണ്ടാകുന്ന ദോഷം. ഏവ, തന്നെ, നൂനം, നിശ്ചയമായിട്ടും, ഏകഫ്യാഗം, ഒരാളുടെ സംസർഗത്തിൽ നിന്നുണ്ടാകുന്ന ദോഷം സർവേഷ, എല്ലാവർക്കും, സാംസർഗികാണാം അഭിതും അർഹതി നിശ്ചിത്യ. ഒരാളുടെ സംസർഗത്തിനുണ്ടാകുന്ന ദോഷം അയാളുടേത് മാത്രമാണെങ്കിലും അത് കൂടെയുള്ള സംസർഗത്തോടു കൂടിയ എല്ലാവർക്കും ബാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കൂട്ടത്തിൽ ഒരാൾ ചീത്തയുണ്ടായാൽ മതി, അയാളുടെ ചീത്തഭാവത്തെ ഈ 4 പേരിലും ഒന്നിച്ച് ആരോപിക്കുള്ളൂ. അങ്ങനെയാണ് ലോക സ്വഭാവം. അങ്ങനെയാണ്. ഒരാളുടെ സംസർഗദോഷം മറ്റു പലരുടെയും സംസർഗദോഷമായി ആരോപിക്കും. സാംസർഗികോ ദോഷേവ നൂനം ഏകവ്യാപി സർവേഷാം സാംസർഗികാണാം ഭവിതുമർഹതീതി നിശ്ചിത്യ എന്ന് നിശ്ചയിച്ചിട്ട് നിശമ്യ കൃപണവചോ രാജ. ഈ കൃപണന്മാരുടെ വാക്ക് കേട്ടിട്ട് രാജാവ് രഘുഗണൻ ഉപാസിതവൃത്തോപി, വൃദ്ധന്മാരെ സേവിക്കുന്നവനാണെങ്കിലും, ഉപാസിതവൃത്തോപി, വൃദ്ധന്മാരെ ഉപാസിക്കുന്നവനാണെങ്കിലും, നിസർഗേണ, നൈസർഗികമായ, ബലാത്കൃത, നൈസർഗികമായി അല്പം
ബലാത്കൃത ഭാവത്തോട് കൂടിയവനായിട്ട് ഈഷിത് ഉത്ഥിതമന്യുഹു അല്പം കോപമുണ്ടായിട്ട് ഈഷിത് അല്പം ഉത്ഥിതം ഉണ്ടായത് മന്യു കോപം ഈഷത് ഉത്ഥിതമന്യു അവിസ്പഷ്ട ബ്രഹ്മതേജസം ബ്രഹ്മതേജസ് സ്പഷ്ടമായി കാണിക്കാത്ത അവിസ്പഷ്ട ബ്രഹ്മതേജസം ജാതവേദസമിതി അഗ്നിയെ പോലെ ജാതവേദസം ഇവ അഗ്നിയെ പോലെ രജസ ആവൃതമതിഹി ആഹ രജോ ഗുണം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ബുദ്ധിയോട് കൂടിയവനായിട്ട് ആഹ ഭക്തന്മാർ പറഞ്ഞത് കേട്ടു വെക്കുക. എന്നിട്ട് തന്നെ ആലോചിച്ചു, സത്സർഗം കൊണ്ട് ഭവിച്ച ദോഷമാണ്. ഒരു കഴിവില്ലാത്തവന്റെ ദോഷം ഈ 3 പേരെയും ബാധിച്ചു. ദോഷം ചെയ്തവൻ ഒരാളാണെങ്കിലും കൂട്ടുകാർക്കെല്ലാം അത് വരും. പാപം ചെയ്ത ഒരാളാണെങ്കിലും അതിന്റെ ദോഷം കൂടെയുള്ളവർക്കെല്ലാം കിട്ടും. കാലത്താൽ മോചിച്ചിടും ആപത്ത് മറ്റുള്ളവർക്ക്, നേരിൽ താൻ തന്നെ അനുഭവിക്കും ചില കാലം. അതുകൊണ്ട് സാധുജനങ്ങളെ ആരാധിക്കുന്നവൻ ആയ രഘുഗണൻ തന്റെ രജോഗുണത്തിന്റെ ആധിക്യം കൊണ്ട് കോപമുണ്ടായി അഗ്നിയെപ്പോലെ, ചാരം മൂടിക്കിടക്കുന്ന അഗ്നിയെപ്പോലെ ബ്രഹ്മതേജസ് വെളിയിൽ നിന്ന കാണാത്തവനായ ഈ ഭരതനോട് ആഹവം, ഇയാളാണല്ലോ കുഴപ്പക്കാരൻ എന്നാണല്ലോ അവര് പറഞ്ഞത്. ശരിയുമാണ്. രഘുഗണനും പോലെ രഘുഗണൻ അവരോട് പറയാൻ തുടങ്ങി ഈ ഭരതൻ. സാംസർഗികോ ദോഷേവ നൂനം ഏകസ്യാപി സർവേഷാം സാംസർഗികാണം ഭവിതുമർഹതീതി നിശ്ചിത്യ നിശമ്യ കൃപണവചോ രാജാ രഘുഗണാം ഉപാസിതവർത്ഥോപി നിസർഗേണ ബലാത്കൃത ഈഷദുഃഖിതമന്യുഃ അവിസ്പഷ്ടം ബ്രഹ്മതേജസം ജാതവേദസമിവ രജസാവൃതമതിരാഹ സാംസർഗികോ ദോഷേവ നൂനം ഏകസ്യാപി സർവേഷാം സാംസർഗികാണം ഭവിതുമർഹതീതി നിശ്ചിത്യ നിശമ്യ കൃപണവചോ രാജാ രഘുഗണാം ഉപാസിതവൃത്തോപി നിസർഗേണ ബലാത്കൃത ഈഷദുഃഖിതമന്യുഃ അവിസ്പഷ്ട ബ്രഹ്മതേജസം ജാതവേദസമിവ രജസാവൃതമതിരാഹ സാംസർഗികോ ദോഷേവ നൂനം ഏകസ്യാപി സർവേഷാം സാംസർഗികാണം ഭവിതുമർഹതീതി നിശ്ചിത്യ നിശമ്യ കൃപണവചോ രാജാ രഘുഗണാം ഉപാസിതവൃത്തോപി നിസർഗേണ ബലാത്കൃത ഈഷദുഃഖിതമന്യുഃ അവിസ്പഷ്ട ബ്രഹ്മതേജസം ജാതവേദസമിവ രജസാവൃതമതിരാഹ. ഓ കഷ്ടം ഭ്രാതം വ്യക്തമതിപരിശ്രാന്തോ ദീർഘമധ്വാനേകേവ സുചിരം നാതിപീവ ന സംഖനനാംഗോ ജലഫാചോപത്രിതോപവാത്ഫകേ നോ ഏവ അപര ഏതേ സംഘട്ടിന ഇതി ബഹുവിപ്ലബ്ധോപ്യവിദ്യയ വിഹിത ദ്രവ്യഗുണകർമാശയ സ്വചർമ്മകളേവരേ അവസ്തുനി സംസ്ഥാന വിശേഷോഹം മമേത്യധ്യാരോപിതമിഥ്യാപ്രത്യയോ ബ്രഹ്മഭൂതസ്തൂഷ്മീം ശിബികാം ഉവാഹ. രാജാവിന്റെ വാക്കുകള് ഒക്കെ രണ്ടർത്ഥം. ആദ്യം കേൾക്കുമ്പോൾ സ്തുതിക്കാനുള്ളത്, രണ്ടാമത് അർത്ഥം ചിന്തിക്കുമ്പോൾ അത് നിന്ദിക്കുകയാണെന്നത്. സ്തുതി നിന്ദാരൂപമായ വാക്കുകളാണ്. അതിനെ ആലങ്കാരിക ഭാഷയിൽ വക്രോക്തി എന്ന് പറയും. വളച്ചിട്ട് പറയും, നേരിട്ട് പറയാതെ, പരിഹാസ രൂപേണ കളിയാക്കുന്ന മട്ടിൽ. എന്നാൽ കളിയാക്കുന്നതല്ല, പൂജിക്കുകയാണ്, ബഹുമാനിക്കുകയാണ് തോന്നിക്കത്തക്ക മട്ടിലുള്ള സംഭാഷണമാണ് രഘുഗണൻ ചെയ്യുന്നത്.
അഹോ കഷ്ടം. ആരോട് പറഞ്ഞ ധാതഃ ഏ സഹോദര, വ്യക്തം ഒരു പരിശ്രമം. വ്യക്തമായിരിക്കുന്നു താങ്കൾ വളരെ ക്ഷീണിതനാണ്. ഒരു പരിശ്രാന്തവും ദീർഘമധ്വാനം. ദൂരമുള്ള ഈ വഴി മുഴുവൻ ഏകേവ ഊക്കുവാൻ, ഒറ്റയ്ക്ക് ഈ പല്ലക്ക് വഹിച്ചില്ലേ? സുചിരം കുറെ നേരമായില്ലേ? അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് കുറെ ദൂരമായി പല്ലക്ക് വഹിക്കുന്നു എന്നാണ്. അല്ലല്ലോ, ഒറ്റയ്ക്കല്ല വഹിക്കുന്നത്. ബാക്കി 3 പേരാണ് ശരിക്കും വഹിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് താങ്കൾ ക്ലേശം സഹിച്ചിട്ടുമില്ല. ഇത് മറ്റൊരർത്ഥം. ആദ്യം കേൾക്കുമ്പോ കഷ്ടം, താങ്കൾ ഒറ്റയ്ക്ക് ഇത്രയും നേരം ഈ പല്ലക്ക് ചുമന്നുവല്ലോ. ഒരു പരിഹാസ രൂപേണയാണ്. എടോ സഹോദര, നിനക്ക് വല്ല ക്ലേശം തന്നിട്ടുണ്ട്, നീ ക്ഷീണിച്ചിരിക്കുന്നു, കുറെ ദൂരമായി ഒറ്റയ്ക്ക് വല്ലക്ക് എടുത്ത് നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു എന്നിങ്ങനെ അദ്ദേഹത്തോട് പറയുന്നുവെങ്കിൽ ഇത് നമുക്ക് സ്പഷ്ടമാണ്. ഒറ്റക്കല്ല, ക്ഷീണിച്ചിട്ടുമില്ല. സാവധാനം പതുക്കെ ഓരോ തോൾ വെച്ച് നടക്കുക. ഒരു ഒരുപാട് ദൂരത്തെ കാഴ്ചകളൊക്കെ നോക്കി അടുത്ത കാലെടുത്ത് വെച്ച് ഇങ്ങനെയാണ്. അഹോ കഷ്ടം ഭാഗം വ്യക്തം ഒരു പരിശ്രാന്തവും ദീർഘമധ്വാനം ഏകേവ ഊഹിവാൻ സൂചിതം അതിപീവ. അധികം തടിച്ചു കൊടുത്തതല്ല താങ്കൾ കൃഷികാർത്ഥം അല്ലല്ലോ. ഇതെല്ലാം എന്താണ് പരിഹാസ രൂപേണ പറയുക. നാതിപീവ ന സംഹനനാങ്കോ. ഭാരം വഹിക്കാനുള്ള അവയവങ്ങളൊന്നുമല്ല താങ്കൾക്കുള്ളത്. ജലഫാചോപദ്രുതോ, ജലബാധിച്ച് വാർദ്ധക്യം കൊണ്ട് ഉപദ്രവിക്കപ്പെട്ടവനാണ് താങ്കൾ. ഇത് 3 അല്ല. യുവാവാണ്, സംഹനനാംഗനാണ്, പീവരനാണ്, എല്ലാം തിരിച്ചു വരും. നാതിപീവ ന സംഹനനാങ്കോ ജലഫാച ഉപദ്രുതോ ഭവാൻ സഖേ നോ ഏവ അപര ഏതേ സംഘട്ടിന ഇതി. അവരെ ഏതേ സംഘട്ടിന, അവരെ ഒന്നിച്ചു കൂടി ചേർന്ന് ഇവർ നോ ഏവ ആവിധക്കാരല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നോ ഏവ അപര ഏതേ സംഘട്ടിന, സംഘട്ടനം ഒന്നിച്ചു കൂടി ചേരുക എന്നാണ്. സമ്യക്കായിട്ട് ഘടതയെ ചേരുക. സംഘടന, സംഘട്ടിതം. ഇവരെ നോ ഏവ അപര ഏതേ സംഘട്ടന ഇതി. ഇവര് ചേർന്ന് വഹിക്കുന്നതായ, നിങ്ങൾ ഒന്നിച്ചേർന്ന് വഹിക്കുന്നതായ ഈ തേര് അല്ല, ഈ പല്ലക്ക്, അവര് താങ്കളെ പോലെയുള്ളവരല്ല. അവര് യുവാക്കളാണ്, വാർദ്ധക്യം ബാധിച്ചിട്ടില്ല, നല്ല കരുത്തുള്ള ശരീരമുണ്ട്, തടിച്ചു കൊടുത്തവരാണ്. താങ്കൾക്ക് മാത്രം ഇതൊന്നും ഇല്ലാതെ പറയല്ലോ. ബഹുവിപ്രലബ്ധോറി അവിദ്യാവിഹിത ദ്രവ്യഗുണകർമ്മ ആശയഫ ചരമ കളേവരെ അവസ്ഥിൻ സംസ്ഥാന വിശേഷേ അഹം മമൈതി അനധ്യാരോപിത മിഥ്യാപ്രത്യോ ബ്രഹ്മബോധസ്തൂഷ്ണിം ശിബികം ബഹുവിപ്രലബ്ധോ. ധാരാളം പറഞ്ഞിട്ട് കുറേ വഴക്ക് പറഞ്ഞതല്ല. കാരണം ഒരു ബ്രാഹ്മണനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് കളിയാ. ഗീതാ സദാനന്ദൻ മ്യൂട്ട് ചെയ്യണേ.
ഗീതാ സദാനന്ദൻ മ്യൂട്ട് ചെയ്യണം. Dile mo to ka ba na naman? Simple dile mo per permano. Ye galiat nahi thi gali kari. Okay. Thank you. Ya baat hai ka sule naman. Required sir. Or sorry, already required sir. Okay. Utul dile. I don't know true for that. നിങ്ങൾ അറിയാതെ ഇടയ്ക്ക് സംഭാഷണം ചെയ്യുമ്പോൾ മ്യൂട്ട് ചെയ്തിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റാതെ ഉണ്ടാകും. ഇപ്പൊ ഗീതാ സദാനന്ദൻ കുറച്ച് സമയമായി എന്തൊക്കെയോ സംഭാഷണം ചെയ്യുന്നുണ്ട്, മ്യൂട്ട് ചെയ്യാതാണ് ചെയ്യുന്നത്. അതെല്ലാം ഇവിടെ എല്ലാവർക്കും കേൾക്കാം എന്നുള്ളത് മാത്രമല്ല, എനിക്കൊന്നും പറയാനും പറ്റണ്ട. അതുകൊണ്ട് ക്ലാസിന്റെ ഇടയിൽ മറ്റെന്തെങ്കിലും സംഭാഷണം ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം, മ്യൂട്ട് ചെയ്തിട്ടേ പറയാവൂ. നിങ്ങൾ ഓർമ്മിക്കാതെ ചെയ്യുന്നതായിരിക്കും, അത് എല്ലാവർക്കും വലിയൊരു ശല്യമായി തീരും. എനിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കഴിവതും ഇടയ്ക്ക് എന്തെങ്കിലും പറയണം എന്നാണെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ടേ പറയാവൂ. വീട്ടുകാരോടോ ബന്ധുക്കളോടോ അതെല്ലാം എല്ലാവർക്കും കേൾക്കാൻ പാകത്തിനായിത്തീരും. ബഹുവിപ്രലബ്ധോപി, ധാരാളം പല പ്രകാരത്തിൽ ഇങ്ങനെ പരിഹസിക്കപ്പെട്ടവനാണെങ്കിൽ, അവിദ്യ അജ്ഞാനശക്തി കൊണ്ട് വിഹിത ദ്രവ്യ ഗുണ കർമാശയ വിഹിതമായ യോജിപ്പിക്കപ്പെട്ട ദ്രവ്യങ്ങൾ പഞ്ചഭൂതങ്ങൾ, ഗുണങ്ങൾ ത്രിഗുണങ്ങൾ, ഇവയോട് കൂടിച്ചേർന്ന കർമാശയം അന്തഃക്കരണം. ദ്രവ്യങ്ങൾ പഞ്ചഭൂതങ്ങൾ, ഗുണങ്ങൾ ത്രിഗുണങ്ങൾ, കർമാശയങ്ങൾ അന്തഃക്കരണങ്ങൾ, ഇവയോ കാരണം അവിദ്യ നിമിത്തമുണ്ടാകുന്ന പുണ്യപാപങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ഉള്ളത് ആയ ഈ ശരീരം. വിഹിത ദ്രവ്യഗുണ കർമാശയ സ്വചരമകളേവരെ, തന്റെ ചരമം എന്ന് വെച്ചാൽ അന്തിമം, ചരമകളേവരം അന്തിമ ശരീരമാണ്. ഈ ഒരു ശരീരം എടുക്കില്ല, ഉറപ്പാണ്. ഇനി ആർക്ക് പറയാൻ പറ്റും, അതൊന്നും ഉറപ്പാണ്. അന്തിമം എന്നുള്ളതിന് പകരം ഉപയോഗിച്ച വാക്കാണ് ചരമം എന്ന്. ചരമം അന്തിമമാണല്ലോ. സ്വചരമ കളയവരെ, തന്റെ അവസാനത്തേതായ ഈ ശരീരത്തിൽ അവസ്തുനി സംസ്ഥാന വിശേഷേ അഹം, ഈ ശരീരത്തിൽ അവസ്തുനി സത്യമല്ലാത്തതും സംസ്ഥാന വിശേഷം സത്യമല്ലാത്തതും അതിൻ്റെ അടുക്ക് പലതരത്തിൽ ആയത്, സംസ്ഥാനം അതിനെ അടുക്കി വയ്ക്കുന്നത്, അതിൽ വിശേഷപ്പെട്ടതുമായ സംസ്ഥാന വിശേഷേ അവിദ്യ കൊണ്ടുണ്ടാകുന്ന പുണ്യപാപങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയാണ് ശരീരം കിട്ടുക. ഈ ജന്മത്തോടുകൂടി അവസാനിക്കുകയാണ് ഈ ശരീരം. അങ്ങനെ ഈ ജന്മം തനിക്ക് അടുക്കി പാകത്തിലാക്കി വെച്ചിരിക്കാം. അവസ്തുനി ശരീരം ഇല്ലാത്തതാണ്, പക്ഷെ ഇല്ലാത്ത ശരീരം തനിക്ക് സ്വീകരിക്കേണ്ടത്. ആ അടുക്കിൽ അവസാനത്തേതായ വിശേഷേ അഹം, ഞാൻ, മമ ഇതി അനധ്യാരോപിത മിഥ്യാപ്രത്യയോ, മമേത്യനധ്യാരോപിത മിഥ്യാപ്രത്യയം, എന്റേത് എന്ന് ആരോപിക്കപ്പെടാത്ത, അനധ്യാരോപിതമായ, അധ്യാരോപിതം ആരോപിക്കപ്പെട്ടത്, അനധ്യാരോപിതം ആരോപിക്കപ്പെടാത്തതായ, ഞാനെന്നും എന്റേതെന്നും ആരോപിക്കപ്പെടാത്ത മമ ഇതി അനധ്യാരോപിത മിഥ്യാപ്രത്യയോ,
മിഥ്യ എന്ന ബുദ്ധിയോടുകൂടിയാണ്. പ്രത്യേകം വിശ്വാസം ബുദ്ധി. മിഥ്യാബുദ്ധിയോ വിശ്വാസത്തോടു കൂടിയ ബ്രഹ്മഭൂത ബ്രഹ്മമായി തീർന്ന അവൻ ആര്? ഭരതൻ. തൂഷ്ണീം ശിബിക, ഒന്നുമിണ്ടാതെ പല്ലക്ക് പൂർവവത് വിവാഹം, നേരത്തെ പോലെ തന്നെ വഹിച്ചു. രഘുഗണൻ കണക്കറ്റ് ശകാരിച്ചു, പരിഹാസദ്യോതകമായി പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ഒരക്ഷരം പോലും മറുപടി കിട്ടി. ദേഷ്യപ്പെട്ട് പറഞ്ഞ, പരിഹാസരൂപേണ പറഞ്ഞതാണ്, നിന്ദാസ്തുതിയായിട്ട് പറഞ്ഞ. പക്ഷേ താൻ ഒന്നും കേട്ടിട്ട് ഒന്നുമിണ്ടാതെ പഴയ പോലെ പലക്ക്. എന്തുകൊണ്ടാണ്? ഈ ശരീരം എനിക്ക് അവസാനത്താണ്. ഇനി ഞാൻ ഇതൊക്കെ മറുപടി പറയാൻ നിന്നാൽ പാപം എന്നിൽ വരും. വന്നാൽ ഇനിയും ജന്മം വേണ്ടി വരും. അത് വേണ്ട, മിണ്ടാതിരിക്കാം. നമ്മൾക്കും അനുകരിക്കാൻ പറ്റിയൊരു വഴി ഇതാണ്. ആരെങ്കിലും കണ്ണമാനം പറയുകയോ ചീത്ത പറയുകയോ ചെയ്താൽ മറുപടി പറയാതെ മിണ്ടാതിരിക്കാം. നമുക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. മറുപടി പറയുമ്പോൾ ആ വാക്കിൽ കൂടി പാപം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് അന്ധകരണത്തെ ദ്രവിപ്പിച്ച് അശുദ്ധമാക്കി തീർത്തിട്ട് ജന്മപരമ്പരകൾ വീണ്ടും. ഇത് ഈ ജന്മം കിട്ടിയ ഭരതന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് കിട്ടുന്നതാണല്ലോ ഇത്. വിഹിത ദ്രവ്യഗുണകർമാശയ സ്വചരമകളേവര്, കൂട്ടിച്ചേർന്ന് കിട്ടിയ ദ്രവ്യഗുണങ്ങളുടെയും കർമാശയങ്ങളുടെയും കൂടിച്ചേരൽ കൊണ്ട് തൻ്റെതായ അവസാനത്തെ ഈ ശരീരം, ഇല്ലാത്തതായ വസ്തുവല്ലാത്ത ഈ ശരീരത്തിൽ അടുക്കി വെച്ചിരിക്കുന്നവനായ ഈ ഞാൻ എന്റേതെന്ന് ആരോപിക്കപ്പെടാത്ത മിഥ്യാപ്രത്യയം ആയി തീർന്ന് ബ്രഹ്മഭൂതനായി ഒന്നും മിണ്ടാതെ നേരത്തെ പോലെ തന്നെ പൂർവവത് വിവാഹം വഹിച്ചു. ഇതോടുകൂടി ജന്മം അവസാനിക്കും. എന്നാൽ അവസാനിക്കണം. അതിന് ജഡമായ ശരീരം, മിഥ്യയായ ശരീരം, അതിൽ ഞാനെന്നും എന്റേതെന്നുമുള്ള ഒരു ഭാവം നശിച്ചു. അതുകൊണ്ടാണ് മറുപടി പറയാത്തത്. ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം നിലനിൽക്കുകയാണെങ്കിൽ അപ്പം മറുപടി പറയണം. ഭരതനൊക്കെ പോയി. എല്ലാം ബ്രഹ്മമായി. ഇവിടെ തിതീക്ഷയുടെ പ്രധാന ഉദാഹരണമായിട്ട് വരും. തിതീക്ഷ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏറ്റവും വലിയ ഉദാഹരണമായിട്ട്. അതെ, ആരെന്ത് പറഞ്ഞാലും അതിനെ സഹിക്കുക, ക്ഷമിക്കുക, ചിരിക്കുക, മിണ്ടാതിരിക്കുക. സാർ എപ്പോഴും പറയുന്നു ഓർക്കുമായി. അതെ 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 നമുക്ക് അപ്പം മറുപടി പറഞ്ഞില്ലെങ്കിൽ മതിയാവില്ല എന്നാ. മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല. മറുപടി പറഞ്ഞാൽ അയാളുടെ വാക്കിന് മൂർച്ച കുറച്ചുകൂടെ കൂടും. മറുപടി പറയാതിരുന്ന് അതൊക്കെ പറയാതെ പറഞ്ഞ ആൾക്ക് പോകും. ഞാൻ വെറുതെ നിന്ന് കൊടുത്താണ്. അതെ, സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെ ഓർക്കുമായിരുന്നു. അതെ 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 എത്ര എത്ര ജീവിത പാഠങ്ങളാ ഭാഗവതം തരിക. പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നല്ല വിധത്തിലെ ജീവിതം നയിക്കാം, അതിന് എത്ര ഉദാഹരണങ്ങളാണ് കാണിച്ചില്ല. അതുകൊണ്ട് ഈ ദേഹത്തിൽ ഞാനെന്നും എൻ്റെ എന്നുള്ളൊരു ഭാവം നശിക്കണം. നശിക്കുന്ന ഒരാൾക്ക് എല്ലാം ബ്രഹ്മമായി തീരുന്നത് കൊണ്ട് സ്തുതിച്ചാലും നിന്ദിച്ചാലും ഒരു വികാരവും പൊക്കി പറഞ്ഞാൽ നിളയുക, താഴ്ത്തി പറഞ്ഞാൽ ദുഃഖിക്കുക, ഇത് രണ്ടുമില്ല. ഒരു വികാരത്തെയും ജനിപ്പിക്കാത്തത് കൊണ്ട് ഒരു മറുപടിയും പറയാതെ വീണ്ടും പഴയ പോലെ തന്നെ പലത്. അഹോ കഷ്ടം ഭ്രാതർ വ്യക്തമൊരു പരിശ്രാന്തോ ദീർഘമധ്വാനം ഏകേവ ഉഹിവാൻ സുചിരം നാദിപീവ ന സംഹരണാംഗോ ജരസാചോപദ്രുതോ ഭവാൻ സഖേ നോയേവാവര ഏതേ സംഘട്ടിനൈരി ബഹു വിപ്രഭ്യുപ്യവിദ്യയാ വിഹിതദ്രവ്യഗുണകർമാശയ സ്വചരമ കളേബരേ
അവസ്തുനി സംസ്ഥാനവിശേഷേഹം മമ ഇതി അനധ്യാരോപിത മിഥ്യാപ്രത്യയോ ബ്രഹ്മബോധഃ തൂഷ്ണീം ശിബികാം പൂർവവധുവാഹ അഹോ കഷ്ടം ഭ്രാതൃവ്യക്തം ഒരുപരിശ്രാന്തോ ദീർഘമധ്വാനമേകേവ ഊഹ്യവാൻ സുതിരം നാദിപീവാന സംഖനനാംഗോചരഫാചോപദ്രുതോ ഭവാൻ ഫകേ നോ ഏവാപര ഏതേഹം കട്ടിനീതി ബഹുവിപ്രലബ്ധ്യ വിദ്യാ വിക്തദ്രവ്യഗുണകർമാശയ സ്വധർമ്മകളേവരയ വസ്തുനി സംസ്ഥാനവിശേഷേഹം മമേത്യധ്യാരോപിത ഹം മമേത് അനധ്യാരോപിതമിഥ്യാപ്രത്യയോ ബ്രഹ്മഭൂതസ്തൂഷ്ണീം ശിബികാം പൂർവവധുവാഹ അഹോ കഷ്ടം ഭാതത് വ്യക്തമുരുപരിശ്രാന്തോ ദീർഘമധ്വാന ഏകേവ ഊഹ്യവാൻ സുതിരം നാതിപീവ ന സംഭരണാംഗോ ജരഫാചോപദ്രുതോ ഭവാൻ ഫകേ നോ ഏവാപര ഏതേഷം കട്ടിനീതി ബഹുവിപ്രലബ്ധ്യ വിദ്യയാ വിഹിതദ്രവ്യഗുണകർമാശയ സ്വധർമ്മകളേവരേ വസ്തുനി സംസ്ഥാനവിശേഷേഹം മേരി അനധ്യാരോപിത മിഥ്യാപ്രത്യയോ ബ്രഹ്മഭൂതസ്തൂഷ്ണീം ശിബികാം പൂർവവധുവാഹ അഥ പുനഃ ശിബികായാം വിഷമഗതായാം പ്രകുപിത ഉവാചരകൂഗണ. അനന്തരം വീണ്ടും സ്വന്തം പല്ലക്ക് വിഷമഗതിയാണെന്ന് കണ്ടപ്പോൾ കോപിഷ്ഠനായിട്ട് വീണ്ടും ഇത്രയൊക്കെ പരിഹസിച്ചു വഴക്ക് പറഞ്ഞിട്ടും ഒരനക്കമില്ലാതെ അയാൾ പഴയ പോലെ വിഷമം ഉണ്ടാക്കത്തക്ക മട്ടിൽ പല്ലക്ക് ചുമക്കുന്ന കണ്ടപ്പോൾ കുറച്ചുകൂടി ദേഷ്യം വന്നിട്ട് അഥ പുനഃ സ്വശിബികായാം വിഷമഗതായാം പ്രകുപിത ഉവാചരകൂഗണാം കിമിതമരേ ത്വം ജീവന്മൃതോ മാം കദർത്ഥീകൃത്യ അത്രശാസനം അതിചരഫി പ്രമത്തഫ്യചതേ കരോമി ചികിത്സാം ദണ്ഡവാണിരിവ ജനതായ യഥാ പ്രകൃതിം സ്വാം അജിഷ്യ സൈതി. കിമിതം അരേ എന്താണിത് എടോ ത്വം ജീവൻ മൃതോവാ താങ്കൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ച പോലെ ആയോ? ജീവൻ മൃതോവാ ജീവനുള്ളപ്പോൾ തന്നെ മൃതനെ പോലെ ആം കദർത്ഥീകൃത്യ എന്നെ നിസ്സാരമാക്കി തള്ളി മാറ്റിയിട്ട് എന്റെ വാക്കുകൾക്ക് പുല്ലുവരെ പോലും കെട്ടിട്ടില്ല. നമുക്ക് ഉണ്ടായിരുന്നുള്ള ദോഷം നോക്കൂ. കുറച്ചുകൂടെ കോപം കൂടും. കൂടട്ടെ, കോപം കൂടി ഒരു പരിധി എത്തുമ്പോ നിർത്തിയിട്ട് പോകുക. അല്ല എന്റെ കദർത്ഥീകൃത്യ മാ എന്നെ നിസ്സാരമാക്കി മാറ്റിയിട്ട് ഭർതൃശാസനം അതിചര രാജാവിന്റെ ശാസനയെ അതിക്രമിച്ചു പോകുന്നു. ഭർതൃശാസനം രാജാവിന്റെ ഈ ശാസനയെ അതിചരഫി അതിക്രമിച്ച് സഞ്ചരിച്ചു. പ്രമത്തഫ്യ അഹങ്കാരിയായ തേ നിനക്ക് കരൂമി ചികിത്സ നിനക്ക് ചികിത്സ ചെയ്ത അഹങ്കാരത്തിന് ചികിത്സ എന്റെയുണ്ട്. ദണ്ഡവാണിരിവ യമധർമ്മനെ ദണ്ഡം കയ്യിൽ പിടിച്ചിരിക്കുന്നത് യമധർമ്മനാണ്. യമധർമ്മനെ പോലെ ജനതായ യഥാപ്രകൃതി എപ്രകാരമായാൽ ജനങ്ങൾ സ്വാം പ്രകൃതി സ്വന്തം പ്രകൃതിയെ അജിഷ്യഫേ ഇതി ആശ്രയിക്കും എന്ന് യമധർമ്മ രാജാവ് ജനങ്ങൾ ഏതു പ്രകാരത്തെ ശിക്ഷയിൽപ്പിക്കുന്നു അതുപോലെ നിന്നിൽ ശിക്ഷയിൽപ്പിക്കാൻ ഞാൻ ഭാവിക്കുന്നു. ദണ്ഡം ചെയ്യാൻ പോവുകയാണ്. യമധർമ്മനെ പോലെ രാജാവിന്റെ ഉപായങ്ങളിൽ 4 പ്രയോഗിക്കണം. അത് തെറ്റല്ല. ആരായാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും. അതുകൊണ്ട് ഞാൻ യമധർമ്മനെ പോലെ നിന്നെ ശിക്ഷിക്കരുത്. കിമിതമരേ ത്വം ജീവന്മൃതോ
മാം കദർത്ഥീകൃത്യ അത്രുശാസനം അതിജരഫി പ്രമത്തേ കരോമി ചികിത്സാം ദണ്ഡപാണിരിവ ജനതായ യഥാപ്രകൃതി സ്വാം ഭജിഷ്യഫേ ഇതി. അർത്ഥം പറയുമ്പോൾ ഭജിഷ്യഫേ ഇതി എന്ന് ഭജിഷ്യഫേ വേണം, പക്ഷെ വായിക്കുമ്പം ഭജിഷ്യഫ എന്ന് വായിക്കണം. കിമിതമരേത്വം ജീവൻ മൃതോ മാം കദർത്ഥീകൃത്യ അത്രുശാസനമതിജരഫി പ്രമത്തേ കരോമി ചികിത്സാം ദണ്ഡപാണിരിവ ജനതായ യഥാപ്രകൃതി സ്വാം ഭജിഷ്യഫ ഇതി. ഏവം ബഹുവത്വം വിഭാഷമാണം നരദേവാഭിമാനിനം രജഫാ തമഫാ അനുവിദ്ധേന മതേന തിരസ്കൃത അശേഷ ഭഗവത് നികേതം പണ്ഡിതമാനിനം ഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മഭൂത സർവഭൂത സുഹൃതാത്മാ യോഗേശ്വരചര്യായാം നാദിവ്യുത്പന്നമതിൽ സ്മയമാനൈവ വിഗതസ്മയ ഇതമാഹ. എവം ബഹു അബദ്ധമവിഭാഷമാണ്. ഇങ്ങനെ അബദ്ധമാണെങ്കിൽ പോലും, എത്രയോ തെറ്റായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ പറയുന്നവനാണെങ്കിൽ ബഹു അബദ്ധമവിഭാഷമാണ് നരദേവ അഭിമാനം. ഞാൻ രാജാവാണെന്ന് സ്വയം അഭിമാനിക്കുന്നത്. നരദേവാഭിമാനിനം രജഫ തമഫ അനുവിദ്ധേന മതേന. രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും അനുവിദ്ധമായ ചേർന്നിരിക്കുന്ന മതം. മുമ്പരത്തെ സംഭാഷണത്തിൽ രജോ ഗുണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതല്ല തമോ ഗുണം ഉണ്ടായി. രണ്ടും കൂടെ ചേർന്ന് രജഫ തമഫ അനുവിദ്ധേന മതേന. അഹങ്കാരത്തിന് രജോഹങ്കാരമുണ്ട്, തമോഹങ്കാരമുണ്ട്. ഇതിപ്പോ രണ്ടും കൂടി ചേർന്നു. അതുകൊണ്ട് തിരസ്കൃത അശേഷ ഭഗവത് പ്രിയ നികേതം, തിരസ്കരിക്കപ്പെട്ട എല്ലാ ഭക്തന്മാരോടും കൂടിയവനാണ്. തിരസ്കൃത അശേഷ ഭഗവത് പ്രിയൻ ഭക്തൻ. നികേതം സ്ഥാനം, സ്ഥലം. പണ്ഡിതമാനിനം, പണ്ഡിതനാണെന്ന് സ്വയം മാനിക്കുന്നത് അല്ല, പക്ഷെ അങ്ങനെ മാനിക്കുക. ഇപ്പൊ ഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മഭൂത, ബ്രാഹ്മണനും ബ്രഹ്മഭൂതനുമായ ആ ഭഗവാൻ സർവഭൂത സുഹൃത്ത്, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തായ ഭഗവാൻ ആത്മാ യോഗേശ്വരചര്യായ, ആത്മസ്വരൂപനായി യോഗേശ്വരചര്യയിൽ അതിവ്യുത്പന്നമതി, അല്പം പോലും വിട്ടുപോകാത്ത ബുദ്ധിയുള്ളവനുമായ അവൻ ജയമാണ്. ഒന്ന് പുഞ്ചരിച്ചുകൊണ്ട് ഇവ എന്നുപോലെ വികതസ്ഥയ, അഹങ്കാരമില്ലാത്തവനായിട്ട് ഇതം ആഹം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ രഘുകനോട് ഭരതൻ മറുപടി പറയാൻ ആരംഭിക്കുക. ഇവരൊന്നും മിണ്ടിയില്ല. വീണ്ടും വീണ്ടും ആയപ്പോൾ മറുപടി എങ്ങനെ എന്ത് പറയണം എന്ന് ഇദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് മറുപടി പറയാൻ ആരംഭിച്ചത്. ഈ രാജാവിന്റെ സംഭാഷണം അബദ്ധമാണ് ധാരാളം, എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ധാരാളം സംസാരിക്കുന്നവരുമാണ്. ഈ രാജാവ് രജോ ഗുണവും തമോ ഗുണവും കൂടിച്ചേർന്ന അഹങ്കാരിയാണ്. അതുകൊണ്ടാണ് ഭഗവത് ഭക്തന്മാരെ തിരിച്ചറിയാതെ അവരുടെ പേരിൽ ഇങ്ങനെ ധിക്കാരപൂർവ്വം സംഭാഷണം ചെയ്യുന്നത്. പണ്ഡിതനാണെന്ന് സ്വയം ഭാവിക്കും. യോഗസിദ്ധി പ്രാപിച്ചവരായ മഹാന്മാർ ധാരാളമുണ്ട്. അവരെ ശരിക്ക് തിരിച്ചറിയാൻ പറ്റാത്തവരാണ് രഘുവരൻ. എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്തായ, ആത്മസ്വരൂപനായ, ബ്രഹ്മം തന്നെയായ, ബ്രഹ്മസ്വരൂപം ധരിച്ചിരിക്കുന്നവനോ എന്ന് ആർക്കും തോന്നുമാറുള്ള മാഹാത്മ്യത്തോടു കൂടിയവരായ ഈ ബ്രാഹ്മണന്റെ മുഖപ്രസാദം കൊണ്ട് യഹൂദനന്റെ അജ്ഞതയെ പരിഹസിക്കത്തക്ക തിരിച്ചു കൊടുക്കുന്നു. പരമാർത്ഥത്തിൽ അഹങ്കാരം അല്പം പോലുമില്ലാതെ ഇങ്ങനെ പറഞ്ഞു. ഏവം ബഹു അബദ്ധമവിഭാഷമാണം നരദേവാഭിമാനിനം രജഫ തമഫ അനുവിദ്ധേന മതേന
തിരസ്കൃതാശേഷ ഭഗവത് പ്രിയ നികേതം പണ്ഡിതമാനിനം സഭഗവാൻ ബ്രഹ്മണോ ബ്രഹ്മഭൂത സർവഭൂത സുഹൃതാത്മാ യോഗേശ്വരചര്യായാം ആദിവിത്തന്നമതിം സ്മയമാനൈവ വിഗതസ്മയ ഇതമാഹാം ഏവം ബഹു അബദ്ധമവിഭാഷമാനം നരദേവാഭിമാനിനം രജഫ തമഫ അനുവിദ്ധേന മതേന തിരസ്കൃതാശേഷ ഭഗവത് പ്രിയ നികേതം പണ്ഡിതമാനിനം ഭഗവാൻ ബ്രഹ്മണോ ബ്രഹ്മഭൂത സർവഭൂത സുഹൃതാത്മന യോഗേശ്വരചര്യായ ആദിത്യന്നമതി സ്മയമാനൈവ വിഗതസ്മയ ഇതമാഹാം ഏവം ബഹുവത്വം വിഭാഷമാണം നരദേവാഭിമാനിനം രജഫാതമഫാനുവിദ്ധേന മതേന തിരസ്കൃതാശേഷ ഭഗവത് പ്രിയ നികേതം പണ്ഡിതമാനിനം സ്വഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മഭൂത സർവഭൂത സുഹൃത് ആത്മാ യോഗേശ്വരചര്യായാം ആദിവൃത്തന്നമതിം സ്മയമാനൈവ വിഗതസ്മയ ഇതമാഹ. ഇനി അങ്ങോട്ട് ഭരതൻ യഹൂദനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. വളരെ നീണ്ട കുറച്ചു നേരമുള്ള ഒരു ഉപദേശ പരമ്പരകളാണ്. നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിയേക്കാം. നിങ്ങളുടെ സമയത്ത് ആയിരിക്കാമല്ലോ. എന്നും സംശയം ചോദിക്കാം. സാറേ, നരദേവാഭിമാനം എന്നുള്ള മാനിനം എന്നുണ്ടോ? നരദേവ അഭിമാനിനം. മാനിനം എന്നുണ്ട്. അല്ല, ഞങ്ങക്ക് മാനം എന്ന് മാത്രമേ ഉള്ളൂ. അഭിമാനിനം. അഭിമാനി എന്നതിന്റെ ദ്വിതീയ അഭിമാനിനം എന്നേ വരും. സാറേ, ഉപകരണ്യാണോ ഉപാകരണ്യാണോ? ദീർഘമുണ്ടോ അവിടെ? ഏതാ? സോപാലംബം ഉപാകരണ്യ എന്നാണോ അതോ ഉപകരണ്യാന്ന് തന്നെയാണോ? അത് ഉപാകരണ്യ. ദീർഘമുണ്ടല്ലേ? സാറേ, ഈ ദണ്ഡമല്ലാത്ത ബാക്കി 3 ഉപായങ്ങൾ ഏതാണ്? സാമം, ദാനം, ഭേദം, ദണ്ഡം. സാമം എന്ന് പറഞ്ഞാൽ? സാമം എന്ന് വെച്ചാൽ നല്ല വാക്കുകൾ പറയുക. ഓക്കെ. അതുകൊണ്ട് കേൾക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് പറയാം. ദാനം ചെയ്യും. അപ്പൊ ഭേദം? മൂന്നാമത് ഭേദം ഭിന്നിപ്പിക്കുക. ഓക്കെ. ഭേദിപ്പിച്ച് നിർത്തി പറയുക. നാലാമത് അടി കൊടുക്കുക, തല്ലുകൊടുക്കുക. അടിപൊളി. ദണ്ഡം. താങ്ക് യു. സംശയങ്ങളില്ലെങ്കിൽ ഇപ്പൊ ചിന്തിക്കുക. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.